ഇതര സംസ്ഥാന തൊഴിലാളികൾ വാടകയ്ക്ക് താമസിക്കുന്ന സ്ഥലത്തെത്തി തൊഴിലാളികളുടെ കഴുത്തിൽ കത്തിവെച്ച് പണവും മൊബൈൽ ഫോണും അപഹരിച്ച 5 അംഗ സംഘത്തിലെ 2 പേരെ കൊട്ടിയം പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ മാസം 28-ന് രാത്രി 9:30 കൊട്ടിയം പീടികമുക്ക് റഷീദിന്റെ ഉടമസ്ഥയിലുള്ള 5 ഇതര സംസ്ഥാന തൊഴിലാളികൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ മാടനർ സ്വദേശിയായ ഓട്ടോ ഡ്രൈവറായ ഷൈനിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് എത്തിയത്. കതകിന് മുട്ടുകയും തൊഴിലാളികൾ ഒരാൾ വന്ന് കതക് തുറക്കുകയും ചെയ്തു. തുടർന്ന് ഇവർ 5 പേരും അകത്ത് കയറി ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കഴുത്തിൽ കത്തിവെച്ച് പണവും മൊബൈൽ ഫോണും തരാൻ ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്ന് ഇവർ പണവും മൊബൈലും കൈക്കലാക്കി കടന്നുകളഞ്ഞു. ഇതിനെ തുടർന്ന് കൊട്ടിയം പോലീസിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രതികൾ സഞ്ചരിച്ചിരുന്ന ഓട്ടോ കേന്ദ്രമാക്കി നടത്തിയ അന്വേഷണത്തിലാണ് 2 പ്രതികളെ കസ്റ്റഡിയിലെടുത്തത്. കൊല്ലം നായസ് ആശുപത്രിക്ക് മുന്നിൽ ഓട്ടോ ഓടിക്കുന്ന ഉളിയക്കോവിൽ ആറ്റൂർച്ചിറ വീട്ടിൽ 35 വയസ്സുള്ള ഹരികൃഷ്ണൻ, ആനന്ദവല്ലീശ്വരം ക്ഷേത്രത്തിന് സമീപം സർവീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന കേരളപുരത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ചെന്നൈ അരുമ്പാക്കം MMDA കോളനിയിൽ അഹമ്മദ് ഷാ എന്നിവരെയാണ് കൊട്ടിയം പോലീസ് അറസ്റ്റ് ചെയ്തത്. കേസിൽ മാടനറ സ്വദേശി ഷൈൻ, രഞ്ജിത്ത്, വിപിൻ എന്നിവരെ കൂടി അറസ്റ്റ് ചെയ്യാനുണ്ടെന്ന് കൊട്ടിയം പോലീസ് രാവിലെ 11:30 അറിയിച്ചു. കൊട്ടിയം SHO പ്രദീപ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം കൊട്ടിയം SI നിതിൻ നളന്റെ നേതൃത്വത്തിൽ SIമാരായ അനിൽകുമാർ, ജോയി, CPOമാരായ പ്രവീൺ, ചന്ദ്, രമ്യ, വിനോദ് എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പ്രതികളെ വൈകുന്നേരത്തോടെ കോടതിയിൽ ഹാജരാക്കും.